വേദിയിലുള്ള ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ അസംഗാനന്ദ സ്വാമികൾ, ഈ പരിപാടി, ഈ ധന്യമായ പരിപാടി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്ത ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, സിനിക് ടീച്ചർ ശ്രീകുമാർ സാർ, സനൽ സാർ, അനിലേട്ടൻ, വെട്ടൂർ ശശി സാർ അടക്കമുള്ള വേദിയിലെ ഗുരുജനങ്ങളെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണ് ശിവഗിരിയിൽ ഒരു പ്രസംഗത്തിന് വരുന്നത്. ഞാൻ സ്വാമി ചോദിച്ചപ്പോൾ പറയായിരുന്നു. സ്വാമി പറഞ്ഞു, മുൻ സമ്മേളനങ്ങളിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. ഇവിടെ ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പല പരിപാടികൾക്കും ഈ പരിസരങ്ങളിലൊക്കെ വരുമ്പോൾ ഇവിടെ വരാറുണ്ട്, തൊഴുതിട്ടുണ്ട്, അന്നൊക്കെ ആഹാരം കഴിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇരുന്ന് കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിട്ടുണ്ട്, ഉറക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. സമ്മേളനത്തിൽ വരുന്ന ആദ്യമായിട്ടാണ്. ഇപ്പോഴായിരിക്കും അതിൻ്റെ സമയം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്. അല്ലാതെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ എന്നൊന്നും ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാൻ പാടില്ല. യുക്തമായ സന്ദർഭത്തിൽ നമ്മളെ അന്വേഷിച്ചു വരും എന്നുള്ളതാണ്. അതാണ് വാക്കിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതാണ്. പണ്ടൊരു കഥയുണ്ടല്ലോ, ഈ ഭൂമി പശുവിൻ്റെ രൂപത്തിൽ ഓടിപ്പോയി എന്നൊരു കഥയുണ്ട്. ഓടിപ്പോയി. അപ്പോൾ അതിനെ നമ്മുടെ പൃഥു രാജാവ് തിരിച്ചു കൊണ്ടുവന്നു. ഓരോരുത്തരും അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് കറന്നെടുത്തു എന്നാണ് പറയുന്നത്. അതിൽ ഗന്ധർവന്മാർ സംഗീതം കറന്നെടുത്തു, സസ്യങ്ങൾ ആൽമരത്തിനെ പശുക്കുട്ടിയാക്കിക്കൊണ്ട് ജലം കറന്നെടുത്തു, കവികൾ വചസ്സിനെ, വിശ്രുത വചസ്സിനെ പശുക്കുട്ടിയാക്കിക്കൊണ്ട് രസത്തെ കറന്നെടുത്തു, കാവ്യരസത്തെ കറന്നെടുത്തു എന്നൊരു ദർശനമുണ്ട്. അത് സന്യാസിമാരിയിരിക്കുന്ന വേദിയിൽ ഇങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ അത്ര കണ്ട അറിവുള്ള ഒരാളൊന്നും അല്ല. അങ്ങനെ ആ കാവ്യരസത്തിൻ്റെ ഏറ്റവും വലിയ സത്യസന്ധത എന്ന് പറയുന്നത് നമ്മൾ അർഹിക്കുമ്പോൾ നമ്മളെ തേടിയത് വരും എന്നുള്ളതാണ്. ആ ബോധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ധനു മാസം 1-ാം തീയതിയാണ് അല്ലേ? ധനു ആർക്ക് പ്രിയപ്പെട്ട മാസമാണെന്ന് നമുക്കറിയാം. ധനുമാസം ശിവന് പ്രിയപ്പെട്ട മാസമാണ്. ധനുവിലെ തിരുവാതിര. കഴിഞ്ഞ മാസം 1-ാം തീയതി എനിക്ക് പന്തളത്ത് നിന്നൊരു പുരസ്കാരം കിട്ടി. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്ന് ആ രാജകൊട്ടാരത്തിൻ്റെ തന്നെ ഒരു പുരസ്കാരം കിട്ടി. ഈ 1-ാം തീയതി നോക്കൂ, ശ്രീനാരായണ ഗുരുവിൻ്റെ സുഹൃതാനുഗ്രഹം ആണ് കിട്ടിയിരിക്കുന്നത്. ഈ മാസവും നന്നായിരിക്കും. ഈ മാസം എന്നല്ല, ഈ ജന്മം നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുമാരനാശാൻ അത്തരമൊരു അനുഗ്രഹം കിട്ടിയ ആളാണ്. എൻ്റെ വീട് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ആറാലുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളൊക്കെ ആറ്റിൻ്റെ ആഴം കണ്ടത് അരുവിപ്പുറത്തിറങ്ങിയിട്ടാണ്. ഞങ്ങളൊക്കെ കവിയരങ്ങെന്നൊരു സംഭവം കാണുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. മലയാളത്തിലെ വലിയ കവികൾ, സുഗതകുമാരി ടീച്ചറിനെ പോലെ, ONV സാറിനെ പോലെ, വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിനെ പോലെയുള്ള വലിയ കവികൾ വന്ന് അരുവിപ്പുറത്തെ കവിത ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അരുവിപ്പുറത്തെ നോട്ടീസിൽ പേര് വരിക എന്നുള്ളത് ശ്രദ്ധേയനായ കവിയായി എന്നുള്ളതിൻ്റെ ലക്ഷണം ആയിട്ട് ഞങ്ങൾ കണക്കാക്കിയിരുന്നു. ഞാൻ ഇപ്പോൾ ശ്രീനാരായണ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ MA സിദ്ദിഖിൻ്റെ അയൽവക്കക്കാരനാണ്. അദ്ദേഹം എൻ്റെ അധ്യാപകനുമായിരുന്നു, എൻ്റെ അധ്യാപികയുടെ മകനുമാണ്. അപ്പോൾ ആ വീട്ടിൽ ഞാൻ ഒരു ദിവസം ഇരിക്കുമ്പോൾ അരുവിപ്പുറത്തെ നോട്ടീസ് കണ്ടു. ഞാൻ നോക്കുമ്പോൾ നോട്ടീസിൻ്റെ ഒരു താഴെ അറ്റത്ത് അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കൊള്ളാം, ഇതുപോലെയൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. പിന്നീട് 2-3-4 തവണ അരുവിപ്പുറത്ത് പല പ്രഭാഷണങ്ങൾ ചെയ്യുകയും കവി സമ്മേളനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു 5-6 കൊല്ലം കൊണ്ടാണ് ശിവരാത്രി സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടാതെ പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ പല തിരക്കുകളാണല്ലോ, പല കാര്യങ്ങളായി വരും. കുമാരനാശാൻ ദിവംഗതനായി 100 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നുവെച്ചാൽ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലല്ല, മരിച്ചതിന് ശേഷം എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലാണ്. മരിച്ചതിന് ശേഷം എത്ര കാലം ജീവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മഹാനുഭാവന്മാരുടെയൊക്കെ നമ്മൾ ജന്മദിനം എന്നല്ല പറയുന്നത്, ജയന്തി എന്നാണ് പറയുന്നത്. ഗാന്ധി ജയന്തി, ടാഗോറിൻ്റെ ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി എന്നാണ് പറയുന്നത്. ജന്മദിനം നമ്മുടെയൊക്കെ ബർത്ത്ഡേ, അത്രയേ ഉള്ളൂ. ആശാൻ ജയന്തി സമ്മേളനം നടന്നു തോന്നക്കലിൽ. ആശാന്റെ ജന്മം പോലെ തന്നെ മരണവും ചരിത്രമായി. സ്വന്തം മൃതി കൊണ്ട്
പുതിയ സ്മൃതിയുടെ ചരിത്രം എഴുതാൻ അധികം പേർക്ക് പറ്റിയിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് കുമാരനാശാൻ. ടീച്ചറുടെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ശ്രീനാരായണ ഗുരു എന്ന മരം, അതിൽ കായ്ച്ച ഫലമായ കുമാരനാശാനെ എങ്ങനെയാണ് പരുവപ്പെടുത്തിയത്. അപ്പോൾ പഴത്തിൻ്റെ ഒരു രൂപം അതിൻ്റെ പക്വപ്പെടുക എന്ന് പറയും, ഫലം പക്വത ആർജിക്കുക എന്ന് പറയും. പാകത്തിൽ നിന്ന് വരുന്ന ഫോമാണ് പക്വം. പാകത്തിൽ നിന്നേ അത് വരുള്ളൂ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം ഇതുവരെ ഒരു പണ്ഡിതനും കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള ഒരു പുതിയ മെറ്റീരിയലൈസേഷൻ ഇഫക്റ്റ് കവിതയിലേക്ക് കൊണ്ടുവന്നത് ഈ ദൈവദശകത്തിലാണ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇങ്ങനൊരു ഐറ്റം ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. റോ മെറ്റീരിയലും ഒന്ന് തന്നെ, ഉൽപ്പന്നവും ഒന്ന് തന്നെ, അത് തിന്നണവനും ഒന്ന് തന്നെ, അത് ഉണ്ടാക്കുന്നവനും ഒന്ന് തന്നെ, അത് അനുഭവിക്കുന്ന മറ്റെല്ലാവരും ഒന്ന് തന്നെ എന്നുള്ള ദർശനം ഇതുവരെ ഉണ്ടായിട്ടില്ല വേറെ ഒരിടത്തും. ദോശമാവല്ലല്ലോ ദോശ, അതല്ല തട്ടുകടക്കാരൻ, അതല്ല തിന്നുന്നവൻ. പക്ഷെ ഗുരു പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നാണ്. ആ ഏകബോധത്തിൽ നിന്നാണ് കുമാരനാശാന് ഈ എന്താണ് ഏകാന്തം വിഷം അമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അലർവാടി ആരചിച്ചും ലോകാനുഗ്രഹപരയായിഴും കലേ നിൻ ശ്രീകാൽ താരണ അടിയങ്ങൾ കുമ്പിടുന്നു എന്ന് വിളിക്കാനുള്ള കാരണം. അവിടെ ഏകാന്തം, ഏകം എന്ന് വെച്ചാൽ വൺ എന്നല്ല അർത്ഥം. വേദാന്തത്തിൽ സ്വാമി ഇരിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്, എന്നാലും പറയാം. വേദാന്തത്തിൽ ഏകാന്തം എന്ന് പറഞ്ഞാൽ ഏകാന്താദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരം എന്നാണ്. ആ ഏകാന്തം എന്ന് പറഞ്ഞാൽ അതിനെ അത് നമ്പർ എന്ന അർത്ഥത്തിലല്ല, ഒന്ന് എന്ന അർത്ഥത്തിലല്ല. അതിനെ വിശുദ്ധമെന്നും വിശ്രാന്തമെന്നും ഒക്കെയുള്ള അർത്ഥത്തിലായി ഏകം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. പേരായിരം പ്രതിഭയായിരം എന്ന് ഗുരുദേവൻ വേറൊരു കൃതി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെ പേര് എന്ന് പറഞ്ഞാൽ നെയിം എന്ന അർത്ഥത്തിലല്ല, ആയിരം എന്ന് പറഞ്ഞാൽ സംഖ്യയല്ല. ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് നിന്നോട് അത് ചെയ്യരുതെന്ന് എന്ന് വെച്ചാൽ 100 വട്ടം എണ്ണി പറഞ്ഞിട്ടല്ല, അസംഖ്യം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പേരായിരം പ്രതിഭയായിരം എന്ന് വെച്ചാൽ പ്രതിഭ എന്ന് വെച്ചാൽ ജീനിയസ് എന്ന അർത്ഥത്തിലല്ല ഗുരു ഉപയോഗിക്കുന്നത്, പ്രതിഭാസിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്, ഈ കാണുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്, വ്യത്യസ്ത ഇനത്തിൽ എന്ന അർത്ഥത്തിലാണ്. അതാണ് കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് കവിത വാച്യമായി പറഞ്ഞൊഴുക്കിക്കളയുന്നൊരു സംഭവമല്ല, അതിൻ്റെ ആന്തരിക സ്വത്വത്തിലാണ് കല ഇരിക്കുന്നത്. ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഇപ്പോൾ കുമാരനാശാൻ ഒരേ സമയം ഈ വലിയ ഈ മറ്റേ 16 ടയറുള്ള വണ്ടി ഓടിക്കുകയും സൈക്കിൾ ഓടിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ആളായിരുന്നു കുമാരനാശാൻ. അദ്ദേഹം ഇടവഴി കൂടെ സൈക്കിളൊക്കെ ഓടിച്ച് നമ്മളെ കാണിക്കും. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം, വായിക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ, പൂവാൽ ചോക്കുന്നു കാടാന്തിമേഘങ്ങൾ പോലെ, എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു. 2 ബെല്ലൂടെ അടിക്കും, കിണിയും കിണിയും ബെല്ലൊക്കെ അടിച്ച് നമ്മളെ കാണിച്ചു തരും. ഇതേ കുമാരനാശാൻ സ്കൂട്ടർ ഓടിച്ചും കാണിച്ചു തരും നമ്മളെ. ഇതെന്തൊരാനന്ദം, ഇതെന്ത് കൗതുകം, സ്വതന്ത്രമാം സുന്ദരഭിപ്രഭാകണം. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണ പോലെ കവിത എഴുതി കാണിച്ചു തരും. ഇതേ കുമാരനാശൻ കാർ ഓടിച്ചും കാണിച്ചു തരും. എന്താണ്? രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ധന്യനായ അജപൗത്ര ഭവാനുമേ ഭജമാൻ ഏകവിഭാവിമി പദം ചിന്താവിഷ്ടയ സീത. ഇതേ കുമാരനാശൻ റോഡ് ഓടിച്ച് നമ്മളെ പേടിപ്പിക്കും. ഏകാന്ത എന്താ ഊഹാഭ്യാസ നിഷാദ ചാരുധിഷണേ സമ്മോഹാന്ധ്യപ്രതിഭേ മുഹൃദ്രത കലാപ്രസ്ഥാനമാം ധാരണേ, ആഹാവെന്തരിയെന്ന് നിങ്ങൾ അഭയം കൈക്കൊണ്ടു ചേക്കാർന്നൊരു സ്നേഹാർദ്രം സരളദ്രുമം നിലവിളിച്ചാരാൽ പറന്നിടുവിൻ. പ്രരോദനത്തിലാണ് ആശാന്റെ ഉള്ളിലെ സർവ തത്വചിന്തയും ആശാന്റെ ഉള്ളിലെ ഗഹനഗാംഭീര്യതയും എല്ലാം എടുത്ത് ആശാൻ പ്രയോഗിക്കുന്നത് ആ കൃതിയിലാണ്. അതുകൊണ്ടാണ് വാഗ്ഭടാനന്ദ ഗുരുദേവൻ 40 പേജുള്ളൊരു പഠനം എഴുതിയല്ലോ. അന്തശ്ചന്ദ്ര ശരദ്ഘനാപതടവി പൊങ്ങും പ്രദീപാംശുവാൽ എന്ന് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട്. ആ ഒരൊറ്റ ശ്ലോകം വെച്ച് ഭാരതീയ കാവ്യശാസ്ത്രം മുഴുവൻ വ്യാഖ്യാനിക്കാം എന്നാണ് വാഗ്ഭടാനന്ദൻ പറഞ്ഞതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ശരിയാണോ എന്ന് ടീച്ചറിനറിയാം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒറ്റ ശ്ലോകം കൊണ്ട്.
എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ കുമാരനാശന്റെ ഉള്ളിലുള്ള അപാരമായ ദാർശനിക സിദ്ധി അദ്ദേഹം ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചെന്നുള്ള. പ്രാണൻ പോവുകയും ജഡാവസ്ഥയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു മൃതദേഹത്തിന്റെ അജയ്യതയെക്കുറിച്ചും അനശ്വരതയെക്കുറിച്ചും സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിലാണ് ഇതാവശ്യമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചത്. അത് ഈ കാളിദാസന്റെ ഒരു ഉപമയെ സൂക്ഷിച്ചുകൊണ്ട് കുമാരനാശാൻ കാളിദാസൻ പറയുന്നതായിട്ട് തന്നെ പറയുന്ന ഒരു രംഗമുണ്ട്. രസകാമധേനു എന്നാണ് കവിതയെ കുമാരനാശാൻ കാളിദാസനിലൂടെ പുറത്തുവിടുന്നത്. ARനെ കുറിച്ച് കാളിദാസൻ സ്വർഗത്തിലിരുന്ന് സംസാരിക്കുന്നതായിട്ട് കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഭാഷയെക്കുറിച്ച് പറയുന്ന രസകാമധേനു എന്നാണ്. എല്ലാത്തിനെയും തരുന്ന കാമധേനുവാണ് ഭാഷ അല്ലെങ്കിൽ കവിത എന്നുള്ള അർത്ഥത്തിൽ. കുമാരനാശാൻ അതായിരുന്നു. ചിന്താവിഷ്ടയ സ്ഥിതിയിൽ നേരത്തെ പറഞ്ഞല്ലോ, ഈ സീതയുടെ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ കുമാരനാശാനെ സ്വാധീനിച്ചത് ഒരിക്കലും എഴുത്തച്ഛൻ്റെ രാമായണമല്ല. കുമാരനാശാനെ സ്വാധീനിച്ചത് വാൽമീകിയുടെ രാമായണമാണ്. വാൽമീകിയുടെ രാമായണത്തിൽ സീത ശ്രീരാമനോട് പറയുന്നുണ്ട്, ഞാൻ കാട്ടിലേക്ക് പോരുന്നുണ്ട് നിങ്ങളുടെ ഒപ്പം എന്ന് പറയുമ്പോൾ, എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അറിയാമല്ലോ സീത ഭക്തിപൂർവ്വം തൊഴുതൊക്കെയാണ് പറയുന്നത്. പിന്നെ അങ്ങയുടെ കൂടെ ഞാൻ വരുന്നുണ്ട്, പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ, ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസരണ തുല്യങ്ങൾ എനിക്കെന്നൊക്കെ പറയുമ്പോൾ ശ്രീരാമൻ പറയുന്നു, എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനന് താനും അരുൾ ചെയ്തു. നമ്മൾ കേട്ടിട്ടുണ്ട്. ഘോര മൃഗ വ്യാഘ്ര സൂകര സൈര്യഭ വ്യാള ഭല്ലൂകങ്ങളുണ്ട്, അവറ്റക്കെട്ടാൽ പേടിയായിടും നിനക്കെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കി. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുല എന്ന് പറഞ്ഞ് സീതയിൽ നിന്നു. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ കൊണ്ടുപോകേണ്ടി വന്നു. എന്നാൽ വാൽമീകി രാമായണത്തിലെ സീതയുടെ രാമൻ പറയും, പിന്നെ ഈ പതിധർമ്മചരണം എന്താന്ന് വെച്ചാൽ എന്ന് പറയുമ്പോഴേ ലോകൈക പ്രഭാഷകനായ രാമനോട്, രാമായണത്തിൽ ഉടനീളം എല്ലാവരെയും വിളിച്ചു നിർത്തി 15 മിനിറ്റ് വീതം ഉപദേശിക്കുന്ന രാമനോട് സീത പറയും, പിന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട, എന്താണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചാണ് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. ജനക മഹാരാജാവ് എന്താണ് കൊട്ടാരത്തിൽ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചാൽ എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ ക്ലാസ് ഒന്നും വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം അന്ന് ഒരു സ്ത്രീ കാണിച്ചുവെങ്കിൽ അത് വാൽമീകിയുടെ സീതയുടെ സ്വാധീനമാണ് കുമാരനാശാൻ്റെ ഉള്ളത്. കുമാരനാശാന്റെ സീത സുന്ദരമായി രാമനെ താക്കീത് ചെയ്യുന്ന ഒരു രംഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വരി. രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ധന്യനായി അജപൗത്ര, അജന്റെ മകന്റെ മകനെ നിങ്ങളും വരും അവിടെ, അപ്പം ഞാൻ അവിടെ കാണും. ചേട്ടൻ മരിച്ചവിടെ ചെല്ലും, അപ്പം ഞാനും അവിടെ കാണും എന്നാണ് പറയുന്നത്. അജപൗത്ര എന്ന് വിളിക്കാൻ കാരണം ശ്രീരാമൻ്റെ നൈസായിട്ടൊന്ന് അപ്പൂപ്പനെ വിളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശ്രീരാമൻ്റെ അച്ഛൻ ദശരഥൻ്റെ അച്ഛനാണ് അജൻ. അജൻ്റെ ഭാര്യ ഇന്ദുമതി ദശരഥൻ 1 വയസ്സുള്ളപ്പം മരിച്ചുപോയപ്പോൾ അജൻ പറഞ്ഞത്, എൻ്റെ ഭാര്യയും ഞാനും ഒന്നാണ് എന്ന ദർശനത്തിലാണ് ഞാൻ ഹോമകുണ്ടത്തിന് അരികെ വെച്ച് അവളെ കല്യാണം കഴിച്ചത്. അവൾ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ഇനി ഒരു നിമിഷം പോലും ജീവിക്കില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെ സ്വന്തം ഭാര്യ ഇല്ലാതെ ഒരു നിമിഷം പോലും ഭൂമിയിൽ ജീവിക്കാൻ കഴിയാതിരുന്ന അപ്പൂപ്പൻ്റെ കൊച്ചുമോനെ തനിക്ക് എന്നെ ഉപേക്ഷിക്കാൻ കൊള്ളാമോടാ എന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. കുമാരനാശാൻ എങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സൂക്ഷ്മതയോടുകൂടി ആശാൻ ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ്, ചുമ്മാ അല്ല, വെറുതെ ഉപയോഗിക്കുകയല്ല. കുമാരനാശാൻ സത്യത്തിൽ അങ്ങനെ ഉപയോഗിക്കാനുള്ള ഗുണം അദ്ദേഹം ആർജിച്ച ശ്രീനാരായണ ഗുരു എന്നാണ്. മേലായ മൂലമതിയാൽ ആ ശ്ലോകം നിങ്ങൾക്കറിയാം. നീ ലാസ്യമാടി വിടുമീ കീലാല വായു എന്നല്ല കോലാഹലം, ലായുടെ മേളമാണ്. നീ ലാസ്യമാടി വിടുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ചിലങ്കയുടെ കിലുക്കം കേൾപ്പിക്കണം. അതുകൊണ്ട് നീ ലാസ്യമാടി വിടുമീ കീലാല വായു എന്നല്ല കോലാഹലം. ഈ കീലാല വായു എന്നല്ല കോലാഹലങ്ങളുടെ ഡാൻസ് കിടക്കുന്ന ഗ്രൗണ്ടാണ്, വേദിയാണ് നമ്മുടെ ശരീരം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുവാണ് മലയാളത്തിൽ സിനിമാറ്റോഗ്രാഫി ഉപയോഗിച്ച് കവിത എഴുതിയ ആദ്യത്തെ ആൾ. ഇപ്പോഴും പോലും ആരും അത് പഠിച്ചിട്ടില്ല. ആ വിഷൻ നോക്കി നോക്കും, എന്തൊരു നമ്മൾ വിഷ്വലൈസിങ് ഇഫക്റ്റാണ് മുഴുവൻ. അന്ന് ദൂരദർശനം ഒന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല. വിഷ്വലൈസിങ് ഇഫക്റ്റാണ് മുഴുവനും വരുന്നത്. എന്നിട്ടോ അതിൻ്റെ ഉള്ളിലെ ഭാവത്തെ പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയെ രസമേ വിധിമാധവരാതി തിരഞ്ഞിടുവൻ പതിയെ പതപങ്കജമേ ഗതിയെ. ഒരേ സമയം
വിഷ്വലൈസിങ്ങും അതേസമയം ഫ്ലാഷ് ബാക്കും. ഇതെല്ലാം സിനിമ പിന്നീട് എടുത്തതാ ഈ സാധനം മുഴുവൻ. ഇനി ആരെയാണ് ഞാൻ ഈ മാങ്ങാപ്പഴമേ പുട്ടിൻ്റെ പൊടി എന്നൊക്കെ വിളിക്കുന്നത് എനിക്കറിയാം എന്നുള്ളതിൻ്റെ സൂചനയാണ് വിധിമാധവരാതി തിരഞ്ഞിടുവൻ പതിയെ പദപങ്കജമേ ഗതി എന്ന് വിളിച്ചത്. ബ്രഹ്മാവ് മുകളിലോട്ടും വിഷ്ണു താഴോട്ടും കിലോമീറ്ററോളം നടന്നിട്ടും കിട്ടാത്ത ആളിനെയാണ് ഞാൻ ഈ മടിയിൽ വെച്ച് കളിയാക്കുന്നത് എന്ന് എനിക്കറിയാം എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഒരു അധീശത്വം കിട്ടുന്നത് എപ്പോഴും ഭക്തിയുടെ പാരമ്യതയിലാണ്. അങ്ങനെയുള്ളൂ, ഭക്തിയുടെ പാരമ്യതയിൽ അത് കിട്ടും. കുറവരമ്മ ശ്രീകൃഷ്ണനെ തവിക്കണമാറി അടിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന കഥ അങ്ങനെ ഉണ്ടായതാ. കാരണം ഈ ഭക്തിയുടെ അദമ്യതയിൽ ഇതുണ്ടാവും, ഈ ബോധം ഉണ്ടാവും. നമ്മളിപ്പോൾ നമ്മളെ അമ്മയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങോട്ട് വരിയെന്ന കിളവി എന്ന് വിളിക്കും. അത് അനാദരവ് കൊണ്ടല്ല, സ്നേഹക്കൂടുതലും ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ പുറത്തെഴുന്നള്ളുന്ന ഭഗവതിമാരെയൊക്കെ നമ്മൾ വിളിച്ച് കളിയാക്കും. ഇലഞ്ഞിത്തോലൊന്നും എടുത്തില്ല, കിളവിക്ക് വേണമെങ്കിൽ അവർ തരും എന്ന് നമ്മൾ പറയും. അത് അനാദരവ് കൊണ്ടല്ല, ഭക്തിയുടെ കൂടുതൽ കൊണ്ടാണ്. ആ അധീശത്വം ശ്രീനാരായണ ഗുരുവിന് ശിവനോടുണ്ടായിരുന്നു. അത് ആ അധീശത്വം ഉള്ളിൽ വെച്ചുകൊണ്ടാണ്, ആ ഭക്തിയുടെ കൂടുതൽ വെച്ചുകൊണ്ടാണ് വഴക്ക് പറഞ്ഞതും. മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു മുടിയിൽ ചൊൽപ്പങ്ങും അപ്പം ധരിച്ചെപ്പോഴും പരമാത്മനിദ്രയിൽ അമർന്നിടുന്നു നീ ഇന്നഹോ, ഈ പാരാരിനീ ആളും ഈ പരീക്ഷ ഇന്ന് ആരോട് ഉരയ്ക്കുന്നു, തൃപ്പാദത്തളിരെന്നിയെ തുണ നമുക്കാർ അർദ്ധനാരീശ്വര എന്ന് ചോദിച്ചു. നീ ആളുകൾ വെള്ളത്തിന് വേണ്ടി അലക്കുമ്പോൾ തലയിൽ വെള്ളവും കെട്ടിവെച്ചോണ്ടിരിയടാ എന്ന് കളിയാക്കുന്നത് പോലും, താക്കീത് ചെയ്യുന്നത് പോലും ആ ഭക്തിയുടെ കൂടുതൽ കൊണ്ടാണ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഊർജം കുമാരനാശാനിലൂടെ പ്രസരിച്ചു മലയാളത്തിൽ. അങ്ങനെ പ്രസരിച്ചപ്പോൾ ഏറ്റവും ഗംഭീരമായ ജാജ്വല്യമാനമായ ദാർശനിക ഔന്നത്യമുള്ള കവിതകൾ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഈ സമത്വ സിദ്ധാന്തത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയാൻ കാരണം, ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ, ശങ്കരാചാര്യരെ കോട്ട് ചെയ്തുകൊണ്ട് മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഗം നച്ച ശ്രോത്രജിഹ്വേ നച്ച ഘ്രാണനേത്രേ, ഞാനിതൊന്നും അല്ല, പകരം ചിദാനന്ദരൂപം ശിവോഹം എന്ന് പറഞ്ഞല്ലോ. ഏകമാണ് എല്ലാം എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് ഗുരുദേവന്റെ ഏകത്വ ബോധത്തിൽ നിന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഏറ്റവും സുന്ദരമായ സമത്വചിത്ത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഏകബോധത്തിൽ നിന്നുകൊണ്ടാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ പല കൃതികളും അവതരിപ്പിച്ചതും. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യബോധം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വെയിൽസ് രാജകുമാരൻ പട്ടും വളയും കൊടുത്തപ്പോൾ വള്ളത്തോൾ സ്വീകരിച്ചില്ല, ഞാൻ സ്വീകരിച്ചാൽ നാട്ടുകാരെന്തു പറയും എന്ന് ചോദിക്കുന്ന സമയത്ത് CV രാമപിള്ളയുടെ ഒരു മറുപടി ഉണ്ട്, കുമാരൻ പോയി വാങ്ങണം. കാരണം മലയാള ഭാഷയ്ക്ക് മുമ്പിൽ സായിപ്പ് മുട്ടുമടക്കുന്നതാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് CV രാമപിള്ള പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് CV രാമപിള്ള മരിച്ചപ്പോൾ കുമാരനാശാൻ നിറകണ്ണുകളോടെ വാഗ്ദേവതയുടെ വീരഭടൻ ഭവാൻ എന്നെഴുതിയത്. കുമാരനാശാൻ അവതരിപ്പിക്കുന്നൊരു ചിത്രമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ വിഷ്വലൈസിങ് എഫക്റ്റ് ഗുരുവിൽ നിന്ന് കിട്ടിയത്. ഈ മലയാള ഭാഷയാകുന്ന അമ്മ നല്ല കസവ് സാരിയെ കൊടുത്ത് നടന്നു പോകുന്നു. ചങ്ങമ്പുഴ തുടങ്ങി ഉള്ളൂര് കുമാരനാശാൻ തുടങ്ങി മക്കളെ എല്ലാം എടുത്തു വച്ചിരിക്കുന്നു, പലരെയും കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ CV രാമപിള്ളയെ കാണാനില്ല. നോക്കുമ്പോഴാണ് ഭാഷയുടെ ഉടവാളുമായിട്ട് അമ്മയെ ആരെങ്കിലും വിരൽ ചൂണ്ടിയില്ല, വിരൽ വെട്ടിയെടുക്കാൻ പാകത്തിന് മുമ്പേ നടന്നു പോവുക മൂത്ത മകൻ. അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു വിഷ്വലൈസിങ് ഇഫക്റ്റ് ഉണ്ട്. എന്തൊരു ഗംഭീരമാണ് അത് എന്നുള്ളതാണ്. സമസ്ത മേഖലകളെയും സ്പർശിച്ച മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ കവിയായ കുമാരനാശാൻ ഇപ്പോൾ എൻ്റെ ശിരസിലും കൈവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. തോന്നക്കൽ ആശാൻ സ്മാരകത്തിൽ നിന്ന് ഈ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ കവി ഏഴാച്ചേരി രാമേന്ദ്രനാണ് ഈ പുരസ്കാരം എനിക്ക് തരുന്നത്. തന്നിട്ട് പറഞ്ഞു, ആശാൻ്റെ അനുഗ്രഹമാണ്, പൊലിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തരുന്നത്. അത് എത്രത്തോളമായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പിന്നീട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഞാനത് ഓർക്കാറുണ്ട്, ആ പുരസ്കാരത്തിൻ്റെ ധന്യത. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ സ്വാമികൾ, അസംഗാനന്ദ സ്വാമികൾ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്, ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഈ സഭയിൽ വച്ച് എന്നെ ആദരിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആന്തരിക വചസ് തോന്നിച്ചല്ലോ എന്നുള്ള ധന്യതയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതുവരെ വരാത്തതിലുള്ള എല്ലാ സങ്കടങ്ങളും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയ ഒരു എന്ന കവിത ചൊല്ലി തീർത്തുകൊണ്ട് ഞാൻ ആ സമയം അവസാനിപ്പിക്കും. തുടർന്നും നിങ്ങളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
തീയുണ്ടു വെന്തുഴറിമേവുന്ന മർത്യനമൃതാനന്ദ സൗഖ്യമരുളും നീ എന്ന സർഗരുചി ചേരുന്ന നാദിലയ സൗഭാഗ്യ സൂര്യ സുകൃതം ഏകത്വമാർന്നുലകിൽ വാഴുന്നതിന്നു നവബോധത്വദീപ്തി പകരാൻ നാകത്തെ ഈ ഭുവന ചേതസ്സിനുള്ളിലൊരു പൂവായി വിടർത്തി ഭഗവൻ നാരായവേരിലൊരു നേരായ അനാദിരസനീരായുറന്നൊഴുകി നീ നാദാത്മക ത്രിഗുണവാചാമഗോചര വിചാരത്തിനൊത്തൊരുദയം തീരാത്ത മോദമതിമീതേ വിളങ്ങിടുമൊരേകാത്മകത്വവചനം തേനിറ്റിടുന്നുയിരിലെന്നെന്നും ഈശ്വരവിലാസ പ്രപഞ്ച നടനം ഏതേതു പേരിലിനി ഏതേതു രീതിയിലൊരാകാരമായ അറിവു നിൻ ചേതോഹരാത്മക മഹായുസ്സിനുള്ളിൽ അതിവേഗാൽ പടർന്ന പ്രണയം നീ ലോകഹൃത്തടമിടിപ്പായും ആറ്റടിയൊഴുക്കായുമുണ്ടു തുണയായി ശ്രീയാർന്നൊരാശിലയിൽ നിന്നേ ഉണർത്തിയൊരു ബോധോദയത്വമുലകിൽ ശ്രീയാർന്നൊരാശിലയിൽ നിന്നേ ഉണർത്തി ഒരു ബോധോദയത്വമുലകിൽ കാളിച്ചിലമ്പിനൊലിമേളത്തോടാരിവിടയാടുന്നു ലീല ദിനവും ചോരച്ച വാനിലൊരു താരച്ചിരിക്കു കളമാകുന്ന സാന്ധ്യസവിധേ ആ സർഗമോഹിനി ഉടുത്തോരു ലോലപടചാരുത്വമോർത്തു തൊഴവേ ഹേ സ്വാമി സാഗര തരംഗങ്ങൾ പോലെ നവമന്ത്രാക്ഷരങ്ങൾ ഒഴുകി ആർക്കും വരുത്തരുതൊരാപത്തു നിത്യവും ഇതോരാതെ ചോര ചൊരിയാൻ വാളിന്നു വായ്ത്തലകൾ രാകുന്നൊരീ പുതിയ മർത്യന്റെ ക്ഷുദ്രഹൃദയം വിത്തിന്റെ ചിത്തമിഴി കുത്തിത്തുരക്കുവതിനെത്തുന്നു ഘോര നഗരം സത്തിന്റെ സത്തതിലിരിക്കുന്ന മുത്തിനെ ഉടയ്ക്കുന്നു കാലകലഹം വിത്തിന്റെ ചിത്തമിഴി കുത്തിത്തുരക്കുവതിനെത്തുന്നു ഘോര നഗരം സത്തിന്റെ സത്തതിലിരിക്കുന്ന മുത്തിനെ ഉടയ്ക്കുന്നു കാലകലഹം അപ്പോഴതാ ഗഗന സത്യത്തിൽ നിന്ന് നവനക്ഷത്ര നേത്ര ചലനം അപ്പോഴതാ ഗഗനഗർഭത്തിൽ നിന്നു നവനക്ഷത്ര നേത്ര ചലനം ഉച്ചൈസ്തരം ഡമരു കൊട്ടുന്ന നാദം ഇടിവെട്ടുന്നു ഞെട്ടിയുലകം ശ്രീശങ്കരത്വമുടലാർന്നുള്ള വിശ്വപുരുഷാകാരമുണ്ട് മുകളിൽ നാം ഓതിയോരൊരുവിൽ നിന്നേ തുടങ്ങുകിനി നീ ചൊന്നു മാഞ്ഞു നൊടിയിൽ അപ്പോഴതാ ഗഗനഗർഭത്തിൽ നിന്നു നവനക്ഷത്ര നേത്ര ചലനം ഉച്ചൈസ്തരം ഡമരു കൊട്ടുന്ന നാദം ഇടിവെട്ടുന്നു ഞെട്ടിയുലകം ശ്രീശങ്കരത്വമുടലാർന്നുള്ള വിശ്വപുരുഷാകാരമുണ്ട് മുകളിൽ നാം ഓതിയോരൊരുവിൽ നിന്നേ തുടങ്ങുകിനി നീ ചൊന്നു മാഞ്ഞു നൊടിയിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള ഒരു എന്ന വാക്കിനെ
ഇത്രമേൽ അർത്ഥവ്യാവർത്തക ശക്തിയോടെ ഉപയോഗിച്ച ഒരു ലോക കവി വേറെ ഇല്ല എന്ന ഓർമ്മ ഉള്ളിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട സനൽ സാറിനെ കുറേ കാലത്തിന് ശേഷം വീണ്ടും കണ്ടതിലെ സന്തോഷം കൂടി ഉള്ളിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി.